ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മളുടെ 100 ഡേയ്സ് ചലഞ്ച് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഡേ 9 ആണ്. ഇന്നലെ ഡേ 8 നമ്മൾ പഠിച്ചത് ഐഎൻസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. പിന്നെ SCERT സയൻസ് 3ാമത്തെ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അതുപോലെ നമ്മൾ ഇംഗ്ലീഷ് പറഞ്ഞത് കൺകോഡ്സ് ആണ്. കൺകോഡ് നമ്മൾ ഇന്ന് തന്നെ പഠിച്ച് തീർക്കണം എന്നില്ല. ഈ ആഴ്ച കഴിയുന്നതിനനുസരിച്ച്, അതായത് 8 മുതൽ 14 വരെയുള്ള ഡേയ്സ് ഉണ്ട്, അതിനുള്ളിൽ കൺകോഡ്സ് തീർത്താൽ മതി. ഇന്ന് ഡേ 9 ആണ്. ഡേ 9 നമ്മൾ പഠിക്കാൻ പോകുന്നത് INCയുടെ കൂടുതൽ പോയിൻറ്റ്സ് ആണ്. INC സമ്മേളനങ്ങളും അതിൻ്റെ പ്രത്യേകതകളും. വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ INC സമ്മേളനങ്ങൾ പഠിക്കുമ്പോൾ അതിൽ കുറേ വർഷങ്ങൾ വരുന്നുണ്ട്. അതായത് 1885 INC ഫോം ചെയ്തപ്പോൾ തൊട്ട് ഓരോ സ്ഥലങ്ങളിലായിട്ട് അവർ സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടുന്നുണ്ട്. അപ്പോൾ ഒരു വർഷത്തിൽ ഒരു സമ്മേളനം എന്ന നിലയിൽ എല്ലാ വർഷവും സമ്മേളനങ്ങൾ നടന്നു വരുന്നുണ്ട്. ചില വർഷങ്ങളിൽ പ്രത്യേക സമ്മേളനം എന്ന രീതിയിൽ ഒന്നിൽ കൂടുതൽ സമ്മേളനങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഈ സമ്മേളനങ്ങളും അതിൽ വരുന്ന പ്രത്യേകതകൾ, ആരായിരുന്നു അതിൻ്റെ അന്നത്തെ പ്രസിഡൻറ്റ്, ഇത്തരം ചോദ്യങ്ങളാണ് നമുക്ക് വരാറുള്ളത്. കുറച്ചധികം പോയിൻറ്റ്സ് നമുക്കിതിൽ പഠിക്കാനുണ്ട്, ശ്രദ്ധിച്ചിരിക്കാം. അപ്പോൾ നമ്മൾ പഠിക്കുന്നൊരു ഓർഡർ എന്ന് പറയുന്നത്, ഓരോ സ്ഥലങ്ങളിൽ INC സമ്മേളനം വയ്ക്കുമ്പോൾ ആ സ്ഥലത്തിൻ്റെ പേര് വെച്ചിട്ടാണ് ആ സമ്മേളനം പറയുക. അതായത് ബോംബെ സമ്മേളനം, ലക്നൗ സമ്മേളനം, അങ്ങനെ. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ബോംബെ സമ്മേളനങ്ങളാണ്. ബോംബെയിൽ നടന്നത് ഏതൊക്കെ വർഷങ്ങളിലാണെന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. 1885 ആദ്യത്തെ സമ്മേളനം ബോംബെയിലാണ് നടന്നത്. 1885, 1889, 1934, 1935, 1985 ഇത്രയും സമ്മേളനങ്ങളാണ് ബോംബെയിൽ വെച്ച് നടന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോ വർഷത്തിലും ഈ ബോംബെയിൽ നടന്ന സമ്മേളനത്തിൻ്റെ പ്രത്യേകതകൾ നോക്കാം. അപ്പോൾ നമുക്ക് ബോംബെ സമ്മേളനങ്ങൾ നോക്കാം. ഒന്ന്, 1885 ബോംബെയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം നടന്നു. അതിൻ്റെ പ്രസിഡൻറ്റ് WC ബാനർജി ആയിരുന്നു. കോൺഗ്രസിൻ്റെ ആദ്യത്തെ സമ്മേളനമാണിത്. അത് 72 പേരാണ് ഇതിൽ പങ്കെടുത്തത്. പിന്നെ നമുക്ക് ഇതിൽ പ്രസിഡൻ്റായിരുന്ന WC ബാനർജിയുടെ പ്രത്യേകത പറയുകയാണെങ്കിൽ, രണ്ട് തവണ കോൺഗ്രസ് പ്രസിഡൻ്റ് ആവുന്ന ആദ്യത്തെ വ്യക്തിയായിരുന്നു WC ബാനർജി. ഏതൊക്കെയാണ് 2 തവണ നമുക്ക് അറിയാലോ. 1885 1892. ഇനി ബോംബെയിൽ നടന്ന മറ്റൊരു സമ്മേളനമായിരുന്നു 1889. വില്യം വെഡർബേൺ ആയിരുന്നു അതിൻ്റെ പ്രസിഡൻ്റായിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഈ കോൺഗ്രസ് പ്രസിഡൻ്റായ രണ്ടാമത്തെ വിദേശിയാണ് വില്യം വെഡർബേൺ. അപ്പോൾ ആദ്യത്തെ വിദേശി ജോർജ് യൂളാണ്. അത് പോയിൻ്റുകളായിട്ട് അടിയിൽ വരുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് വിദേശിയാണ് ഇദ്ദേഹം, വില്യം വെഡർബേൺ. അതുപോലെ 2 തവണ പ്രസിഡൻ്റായ ഏക വിദേശിയും വില്യം വെഡർബേണാണ്. 2 തവണ പ്രസിഡൻ്റായ ഏക വിദേശി. അതുപോലെ തന്നെ സ്ത്രീകൾ പങ്കെടുത്ത ആദ്യ സമ്മേളനമായിരുന്നു ബോംബെ സമ്മേളനം. 1889 ബോംബെ സമ്മേളനം. അടുത്തത് 1934 ബോംബെ സമ്മേളനം. അത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു അന്നത്തെ പ്രസിഡൻറ്റ് ആ സമ്മേളനത്തിൽ. അതുപോലെ INC പ്രസിഡൻ്റ് ആയ ശേഷം ഇന്ത്യൻ പ്രസിഡൻ്റായ വ്യക്തിയായിരുന്നു ആദ്യം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഓക്കെ. അതുപോലെ നമുക്ക് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ച സമ്മേളനമാണ് കേട്ടോ 1934 ബോംബെ സമ്മേളനം. സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ച സമ്മേളനമാണ്. ഇനി 1985 ബോംബെ സമ്മേളനം. അതിൽ രാജീവ് ഗാന്ധിയാണ് പ്രസിഡൻ്റായിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്തത് 1935 ബോംബെ സമ്മേളനം. ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് അതിൻ്റെ പ്രസിഡൻ്റായിട്ടുണ്ടായിരുന്നത്. ഇന്ത്യക്കൊരു ഭരണഘടന വേണമെന്ന ആവശ്യം ആദ്യമായി ചർച്ച ചെയ്യപ്പെട്ട സമ്മേളനമായിരുന്നു 1935 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പ്രസിഡൻ്റായിട്ടുള്ള സമ്മേളനം. ഇനി കൽക്കട്ട സമ്മേളനങ്ങൾ. കൽക്കട്ടയിൽ വെച്ച് നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. 1886, 1890, 1896, 1901, 1906, 1906, 1911, 1917, 1920, 1928,
1933, 1997, 1998 ഇത്രയും സമ്മേളനങ്ങൾ കൽക്കട്ടയിൽ വെച്ച് നടന്നിട്ടുണ്ട്. ആദ്യത്തേത് 1886 കൽക്കട്ട സമ്മേളനമാണ്. അതിൽ ദാദാഭായ് നവറോജി ആയിരുന്നു പ്രസിഡൻറ്റ്. അതുപോലെ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ആദ്യത്തെ പാഴ്സി ആളാണ് ദാദാഭായ് നവറോജി, ആദ്യത്തെ പാഴ്സി. അതുപോലെ അദ്ദേഹം 3 തവണ INC പ്രസിഡൻ്റായിട്ടുണ്ട്. 1886, 1897, 1993, 1906 3 തവണ 1886, 1893, 1906. അതിൽ 1893 ലാഹോറിൽ വെച്ച് നടന്ന സംഭവമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ദാദാഭായ് നവറോജി 3 തവണ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. ദാദാഭായ് നവറോജി ഫസ്റ്റ് പാഴ്സിയാണ്. ഇനി അടുത്തത് 1896 കൽക്കട്ട സമ്മേളനം. അതിൽ പ്രസിഡൻറ്റ് റഹ്മത്തുള്ള സയാനിയാണ്. ഇനി അതിൻ്റെ പ്രത്യേകതകൾ നോക്കാം. ആ സമ്മേളനത്തിൻ്റെ വന്ദേ മാതരം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനമാണ് കൽക്കട്ട സമ്മേളനമാണ്. 1896 വന്ദേ മാതരം ആദ്യമായിട്ട് അവതരിപ്പിച്ചു. അതുപോലെ സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ഔദ്യോഗികമായി അംഗീകരിച്ചു. അതുപോലെ കോൺഗ്രസ് പ്രസിഡൻ്റ് ആവുന്ന 2ാമത്തെ മുസ്ലിമാണ് റഹ്മത്തുള്ള സയാനി, അതും ഓർത്തു വയ്ക്കണം. ഈ റഹ്മത്തുള്ള സയാനി പ്രസിഡൻ്റായിട്ടുള്ള കൽക്കട്ട സമ്മേളനം 1896. അതിൽ വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിച്ച സമ്മേളനം നമ്മൾ പറഞ്ഞു. അപ്പോൾ അത് ആലപിച്ചത്, ആ സമ്മേളനത്തിൽ വെച്ചത് ആലപിച്ചത് ടാഗോറായിരുന്നു. ഇനി 1890 കൽക്കട്ട സമ്മേളനം, അത് ഫിറോസ് ഷാ മേത്തയായിരുന്നു അതിൻ്റെ പ്രസിഡൻറ്റ്. ഫിറോസ് ഷാ മേത്തയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 2ാമത്തെ പാഴ്സി പ്രസിഡൻ്റാണ് ഫിറോസ് ഷാ മേത്ത. അതുപോലെ ആദ്യമായിട്ട് ഒരു വനിത കോൺഗ്രസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് കൽക്കട്ട സമ്മേളനം 1890 ആണ്. കോൺഗ്രസ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത ആദ്യത്തെ വനിതയാണ് കാദംബിനി ഗാംഗുലി. ഇനി 1901 കൽക്കട്ട സമ്മേളനം, അതിൽ ദിൻഷാ ഇ വാച്ച ആയിരുന്നു അതിൻ്റെ പ്രസിഡൻറ്റ്. ഗാന്ധിജി പങ്കെടുത്തിട്ടുള്ള ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനമാണ്. ഇനി 1911 കൽക്കട്ട സമ്മേളനം, അതിൽ പ്രസിഡൻ്റായിരുന്നത് BN ദർ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സമ്മേളനമാണ്. അതിൽ വെച്ചിട്ടാണ് ജനഗണമന ആദ്യമായിട്ട് ആലപിച്ചത് ആളുടെ പേരാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ആലപിച്ചത് സരളാദേവി ചൗധറാണി ആയിരുന്നു. ഇനി 1920 കൽക്കട്ടയിൽ വെച്ചിട്ട് ഒരു പ്രത്യേക സമ്മേളനം നടന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രസിഡൻറ്റ് ലാലാ ലജ്പത് റായി ആയിരുന്നു. അതിൽ പ്രത്യേകത നിസ്സഹകരണ പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് പ്രമേയം അവതരിപ്പിച്ച ഒരു സമ്മേളനമായിരുന്നു. എന്തായാലും ആ പ്രത്യേക സമ്മേളനത്തിൽ ലാലാ ലജ്പത് റായി ആയിരുന്നു പ്രസിഡൻറ്റ്. അതേസമയം 1920 ശരിക്കുള്ള INCയുടെ സമ്മേളനം നടന്നിട്ടുണ്ട്. അത് നാഗ്പൂരായിരുന്നു. ഈ 1920 നിസ്സഹകരണ പ്രസ്ഥാനത്തിന് നമ്മൾ പിന്തുണ പ്രഖ്യാപിച്ചത് കൽക്കട്ട സമ്മേളനത്തിലായിരുന്നു. പക്ഷേ അതിൻ്റെ അംഗീകാരം നൽകിയത് നാഗ്പൂർ സമ്മേളനത്തിലായിരുന്നു കേട്ടോ, 1920 തന്നെ. അത് പിന്നീട് നാഗ്പൂർ പറയുമ്പോൾ പറയാം നമുക്ക്. ഇപ്പോൾ നമ്മൾ കൽക്കട്ട സമ്മേളനങ്ങളാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇനി 1917 കൽക്കട്ട സമ്മേളനം, അതിലെ പ്രസിഡൻറ്റ് ആനി ബസൻ്റ് ആയിരുന്നു. പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് പ്രസിഡൻ്റായ ആദ്യത്തെ വനിതയും ആദ്യത്തെ വിദേശ വനിതയും ആനി ബസൻ്റാണ്. ഇനി 1928 കൽക്കട്ട സമ്മേളനം, മോത്തിലാൽ നെഹ്റു ആയിരുന്നു പ്രസിഡൻറ്റ്. ഇനി 1 വർഷത്തിനുള്ളിൽ പുത്രികാ രാജ്യപദവി നൽകണമെന്ന് ആവശ്യപ്പെട്ട ഒരു സമ്മേളനമാണ് കൽക്കട്ട സമ്മേളനമാണ് 1928. ഇനി 1933 കൽക്കട്ട സമ്മേളനം, അതിലെ പ്രസിഡൻറ്റ് നെല്ലിസൺ ഗുപ്തയായിരുന്നു. അതായത് കോൺഗ്രസ് പ്രസിഡൻ്റായ 2ാമത്തെ വിദേശ വനിതയും 3ാമത്തെ വനിതയുമായിരുന്നു നെല്ലിസൺ ഗുപ്ത. നമുക്കറിയാം കോൺഗ്രസ് പ്രസിഡൻ്റായ ആദ്യത്തെ വനിതയും ആദ്യത്തെ വിദേശ വനിതയും ആനി ബസൻ്റ് ആയിരുന്നു. 2ാമത്തെ വിദേശ വനിത നെല്ലിസൺ ഗുപ്തയായിരുന്നു. അതേസമയം 3ാമത്തെ വനിതാ സ്ഥാനമാണ് നെല്ലിസൺ ഗുപ്തയ്ക്കുള്ളത്. അപ്പോൾ അതിന് 2ാമത്തെ വനിത എന്ന് പറയുന്നത് സരോജിനി നായിഡു ആണ് കേട്ടോ. അതായത് ഒന്നുകൂടി പറഞ്ഞുതരാം,
അതായത് INC പ്രസിഡൻ്റ് ആകുന്ന ആദ്യത്തെ വനിത ആനി ബസൻ്റ്, രണ്ടാമത്തെ വനിത സരോജിനി നായിഡു, മൂന്നാമത്തെ വനിതയാണ് നെല്ലി സെൻഗുപ്ത. ഇനി വിദേശികളുടെ മാത്രം എടുത്ത് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ വിദേശ വനിത ആനി ബസൻ്റ്, രണ്ടാമത്തെ വിദേശ വനിത നെല്ലി സെൻഗുപ്തയാണ്. ശരിക്കും രണ്ടാമത്തെ വനിത സരോജിനി നായിഡു ആണ്, പക്ഷെ അവർ വിദേശിയല്ലല്ലോ. അപ്പോൾ വിദേശികളെ മാത്രം എടുക്കുമ്പോൾ ആദ്യത്തെ വിദേശി ആനി ബസൻ്റും രണ്ടാമത്തത് നെല്ലി സെൻഗുപ്തയാണ്. ഇനി 1997 കൽക്കട്ട സമ്മേളനം, അതിൽ സീതാറാം കേസരിയാണ് പ്രസിഡൻ്റായിരുന്നത്. പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യത്തെ പ്രസിഡൻ്റായിരുന്നു സീതാറാം കേസരി. ഇനി 1998 കൽക്കട്ടയിൽ തന്നെയായിരുന്നു സോണിയാഗാന്ധി ആയിരുന്നു പ്രസിഡൻറ്റ്. സ്വാതന്ത്ര്യത്തിന് ശേഷം കോൺഗ്രസ് പ്രസിഡൻ്റായ രണ്ടാമത്തെ വനിതയാണ് സോണിയാഗാന്ധി. അതുപോലെ ഏറ്റവും കൂടുതൽ കാലം കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ കൂടുതൽ കാലം തുടർച്ചയായി പ്രസിഡൻ്റായ വ്യക്തി സോണിയാഗാന്ധി ആയിരുന്നു. ഇനി നമുക്ക് മദ്രാസ് സമ്മേളനങ്ങൾ നോക്കാം. മദ്രാസിൽ വെച്ച് നടന്ന സമ്മേളനങ്ങൾ നോക്കാം. അപ്പോൾ അതിലാദ്യത്തേത് 1887 മദ്രാസിൽ വെച്ചിട്ട് നടന്ന സമ്മേളനമാണ്. ബദ്രുദ്ദീൻ തിയാബ്ജി ആയിരുന്നു അതിലെ പ്രസിഡൻറ്റ്. ഇനി അതിൻ്റെ പ്രത്യേകത, കോൺഗ്രസ് പ്രസിഡൻ്റായ ഫസ്റ്റ് മുസ്ലിമാണ് ബദ്രുദ്ദീൻ തിയാബ്ജി. അതുപോലെ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിന് വേദിയായ ആദ്യത്തെ ദക്ഷിണേന്ത്യൻ നഗരമാണ് മദ്രാസ്. ഓക്കെ. ഇനി 1894 മദ്രാസ് സമ്മേളനത്തിൽ പ്രസിഡൻ്റ് ആൽഫ്രഡ് വെബ് ആയിരുന്നു. അതുപോലെ കോൺഗ്രസ് പ്രസിഡൻ്റായ മൂന്നാമത്തെ വിദേശിയാണ് ആൽഫ്രഡ് വെബ്. അപ്പോൾ ആദ്യത്തെ വിദേശി ജോർജ് യൂള്, രണ്ടാമത്തെ വിദേശി വില്യം വെഡർബേൺ, മൂന്നാമത്തെ വിദേശിയാണ് ആൽഫ്രഡ് വെബ്. ഇനി 1908 മദ്രാസ് സമ്മേളനത്തിൽ പ്രസിഡന്റ് റാഷ് ബിഹാരി ഘോഷാണ്. അദ്ദേഹം 2 പ്രാവശ്യം തുടർച്ചയായി കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ വ്യക്തിയാണ് റാഷ് ബിഹാരി ഘോഷ്. 2 തവണ തുടർച്ചയെന്ന് പറയുമ്പോൾ ഈ 1908 അതുപോലെ 1907 റാഷ് ബിഹാരി ഘോഷ് തന്നെയായിരുന്നു. 1907 സൂററ്റ് എന്ന സ്ഥലത്ത് വച്ചിട്ട് ആണ് റാഷ് ബിഹാരി ഘോഷ് പ്രസിഡൻ്റായത്. സൂററ്റ് സമ്മേളനത്തിലാണ്. നമ്മൾ 2 തവണ തുടർച്ച പറഞ്ഞില്ല, അതൊന്ന് 1907 ഒന്ന് 1908. നമ്മൾ മദ്രാസ് സമ്മേളനങ്ങൾ പഠിക്കുന്നതുകൊണ്ട് 1908 കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ തുടർച്ചയായെന്ന് പറയുമ്പോൾ അതിന് മുന്നത്തെ വർഷം 1907 അദ്ദേഹം തന്നെയായിരുന്നു പ്രസിഡൻറ്റ്. സ്ഥലം സൂററ്റ്, ഗുജറാത്ത്. ഇനി 1927 മദ്രാസ് സമ്മേളനം, പ്രസിഡൻറ്റ് MA അൻസാരിയാണ്. അതിൽ സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കാനുള്ള പ്രമേയം പാസ്സാക്കിയത് ഈ മദ്രാസ് സമ്മേളനത്തിലാണ്. 1927 മദ്രാസ് സമ്മേളനത്തിലാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന അലഹബാദ് സമ്മേളനങ്ങളാണ്. 1888 അലഹബാദ് സമ്മേളനം, അതിൽ ജോർജ് യൂളായിരുന്നു പ്രസിഡൻറ്റ്. ആദ്യത്തെ കോൺഗ്രസ് പ്രസിഡൻ്റ് ആകുന്ന ആദ്യ വിദേശിയായിരുന്നു ജോർജ് യൂള്. ഇനി 1892 അലഹബാദ് സമ്മേളനത്തിൽ WC ബാനർജി ആയിരുന്നു. 2 തവണ കോൺഗ്രസ് പ്രസിഡൻ്റായ ആദ്യത്തെ വ്യക്തിയായിരുന്നു WC ബാനർജി. അപ്പോൾ WC ബാനർജി നമുക്കറിയാം ഏറ്റവും ഫസ്റ്റത്തെ 1885 കോൺഗ്രസ് സമ്മേളനത്തിലും പിന്നീട് ഇപ്പോൾ 1892 അലഹബാദ് കോൺഗ്രസ് സമ്മേളനത്തിലും പ്രസിഡൻ്റായി. അതുകൊണ്ട് 2 പ്രാവശ്യം കോൺഗ്രസ് പ്രസിഡൻ്റ് ആവുന്ന ആദ്യത്തെ വ്യക്തി WC ബാനർജിയാണ് ആദ്യത്തെ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നാഗ്പൂർ സമ്മേളനങ്ങളാണ്. 1891 നാഗ്പൂർ സമ്മേളനം P. അനന്തചാർലു ആയിരുന്നു അതിൻ്റെ പ്രസിഡൻറ്റ്. കോൺഗ്രസ് പ്രസിഡൻ്റായ ആദ്യത്തെ ദക്ഷിണേന്ത്യക്കാരനാണ് P. അനന്തചാർലു. അതുപോലെ കോൺഗ്രസിൻ്റെ പേരിനൊപ്പം നാഷണൽ എന്ന് കൂട്ടിച്ചേർത്തു. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ല, അതിൽ നാഷണൽ എന്ന പദം കൂട്ടിച്ചേർത്തത് ഈ 1891 നാഗ്പൂർ സമ്മേളനത്തിലൂടെയാണ്. അപ്പോൾ അടുത്ത നാഗ്പൂർ സമ്മേളനം 1920 നാഗ്പൂർ സമ്മേളനമാണ്. വിജയരാഘവാചാര്യരാണ് പ്രസിഡൻറ്റ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിസ്സഹകരണ പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകി പ്രമേയം പാസ്സാക്കി. നമ്മൾ നേരത്തെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ലാഹോർ സമ്മേളനങ്ങളാണ്. 1893 ലാഹോർ സമ്മേളനം, അതിൽ ദാദാഭായ് നവറോജി ആയിരുന്നു പ്രസിഡൻറ്റ്. ഇനി അതിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അംഗമായിരിക്കെ തന്നെ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ വ്യക്തിയാണ് ദാദാഭായ് നവറോജി. ഇനി 1900
ഒരു ലാഹോർ സമ്മേളനമുണ്ട്. അതിൽ NG ചന്ദ്രാവർക്കർ ആയിരുന്നു പ്രസിഡൻറ്റ്. NG ചന്ദ്രാവർക്കർ 20-ാം നൂറ്റാണ്ടിൽ കോൺഗ്രസ് പ്രസിഡൻ്റായ ആദ്യ വ്യക്തിയാണ് NG ചന്ദ്രാവർക്കർ. അതുപോലെ 1909 ലാഹോർ സമ്മേളനം മദൻ മോഹൻ മാളവ്യയാണ് പ്രസിഡൻറ്റ്. അതുപോലെ അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് 1909 മിൻറ്റോ മോർലി ഭരണപരിഷ്കാരം നിലവിൽ വരുമ്പോഴത്തെ പ്രസിഡൻറ്റ് ആരാണെന്ന് ചോദിച്ചാൽ അത് മദൻ മോഹൻ മാളവ്യയാണ്. 1909 ലാഹോർ സമ്മേളനം. ഇനി 1929 ലാഹോർ സമ്മേളനം ജവഹർലാൽ നെഹ്റു ആയിരുന്നു പ്രസിഡൻറ്റ്. ഇനി അതിൽ പൂർണ്ണ സ്വരാജ് പ്രമേയം പാസ്സാക്കി. അതുപോലെ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. അതുപോലെ ജവഹർലാൽ നെഹ്റു പ്രസിഡൻ്റായ ആദ്യത്തെ സമ്മേളനമായിരുന്നു 1929 ലാഹോർ സമ്മേളനം. അതുപോലെ 1929 ഡിസംബർ 31 ജവഹർലാൽ നെഹ്റുവാണ് പതാക ഉയർത്തിയത്. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തിയ 1930 ജനുവരി 26 സ്വാതന്ത്ര്യദിനമാക്കാനായിട്ട് ആഘോഷിക്കാനായിട്ട് അവർ തീരുമാനിക്കുകയും ചെയ്തു. ഇനി അടുത്തത് ലക്നൗ സമ്മേളനങ്ങളാണ്. ലക്നൗവിൽ വെച്ച് നടന്ന സമ്മേളനങ്ങൾ നോക്കാം. 1899 ലക്നൗ സമ്മേളനം. അതിൽ പ്രസിഡൻറ്റ് RC ദത്ത് ആയിരുന്നു. RC ദത്ത്. ഇനി ഇതിൽ INC ഒരു ഭരണഘടന രൂപീകരണം വേണമെന്നാവശ്യപ്പെട്ട സമ്മേളനമായിരുന്നു കേട്ടോ. അഭിപ്രായപ്പെട്ട സമ്മേളനമായിരുന്നു 1899 ലക്നൗ സമ്മേളനം. ഇനി 1916 ലക്നൗ സമ്മേളനം. അതിൽ AC മജുംദാർ ആയിരുന്നു പ്രസിഡൻറ്റ്. AC മജുംദാർ. ഗാന്ധിജി നെഹ്റു തമ്മിൽ കണ്ടുമുട്ടിയ സമ്മേളനമാണ് ലക്നൗ സമ്മേളനം. അതുപോലെ കോൺഗ്രസും മുസ്ലിം ലീഗും സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. അതുപോലെ INCയിൽ 2 വിഭാഗങ്ങളുണ്ടായിരുന്നു. അതായത് സമാധാനപരമായ കാര്യങ്ങൾ ചെയ്യാമെന്ന് അഭിപ്രായമുള്ള മിതവാദികളും എന്നാൽ ബ്രിട്ടീഷുകാർക്കെതിരെ ആഞ്ഞടിക്കണം എന്ന അഭിപ്രായമുള്ള തീവ്രദേശീയവാദികളും. അപ്പോൾ മിതവാദികളും തീവ്രദേശീയവാദികളും യോജിച്ച സമ്മേളനമാണ് ലക്നൗ സമ്മേളനം. 1916 ലക്നൗ. ഇനി അടുത്തത് ബനാറസ് സമ്മേളനമാണ്. 1905 ബനാറസ് സമ്മേളനം. ഈ ബനാറസ് സമ്മേളനത്തിൽ പ്രസിഡൻറ്റ് ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു. ബംഗാൾ വിഭജന സമയത്തെ INC പ്രസിഡൻ്റായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ. അതുപോലെ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ കാലത്ത് നടന്ന കോൺഗ്രസ് സമ്മേളനമാണ് ഈ ബനാറസ് സമ്മേളനം. അടുത്തത് 1907 സൂററ്റ് സമ്മേളനമാണ്. സൂററ്റ് ഗുജറാത്തിലെ സ്ഥലമാണ് കേട്ടോ. 1907 റാഷ് ബിഹാരി ഘോഷാണ് പ്രസിഡൻറ്റ് ആയിരുന്നത്. സൂററ്റ് പിളർപ്പ് ഉണ്ടായത് ഈ സമയത്താണ്. അതായത് കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ആദ്യത്തെ പിളർപ്പാണ് സൂററ്റ് പിളർപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. INCയിലെ തീവ്രവാദികളും അതുപോലെ മിതവാദികളും രണ്ടായിട്ട് തിരിഞ്ഞ് പോയ സമ്മേളനമാണ് സൂററ്റ്. അതുകൊണ്ടാണ് അതിന് സൂററ്റ് സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. അടുത്തത് അമൃത്സർ സമ്മേളനമാണ്. 1919 അമൃത്സർ സമ്മേളനം. അതിൽ മോത്തിലാൽ നെഹ്റു ആയിരുന്നു പ്രസിഡൻറ്റ്. അതിൽ പ്രത്യേകത 1919 പ്രത്യേകത നമുക്കറിയാം. ജാലിയൻ വാലാബാഗ് സംഭവം നടന്നതാണ്. അപ്പോൾ ജാലിയൻ വാലാബാഗിന് എതിരെയുള്ള പ്രമേയം ഉണ്ടാക്കലായിരുന്നു. ഇനി 1923 കാക്കിനഡ സമ്മേളനം. കാക്കിനഡ എന്ന സ്ഥലം ആന്ധ്രാപ്രദേശിലെ കാക്കിനഡ സമ്മേളനം. അപ്പോൾ അതിൽ പ്രത്യേകത എന്ന് പറയുന്നത് മൗലാന മുഹമ്മദ് അലി ആയിരുന്നു അതിൻ്റെ പ്രസിഡൻറ്റ്. കാക്കിനഡ സമ്മേളനത്തിൻ്റെ പ്രസിഡൻറ്റ് മൗലാന മുഹമ്മദ് അലി ആയിരുന്നു. 1923 അതിൽ TK മാധവൻ്റെ പ്രേരണയാൽ ഐത്തോച്ചാടനത്തിനുള്ള പ്രമേയം അവതരിപ്പിച്ചത് ഈ കാക്കിനഡ സമ്മേളനത്തിലാണ്. ഇനി അതേ വർഷം തന്നെ ഒരു പ്രത്യേക സമ്മേളനം കൂടി നടന്നിരുന്നു. ഡൽഹിയിലാണ് നടന്നത്. അതിൻ്റെ പ്രസിഡൻ്റായിരുന്നു മൗലാന അബുൽ കലാം ആസാദ്. ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ് മൗലാന അബുൽ കലാം ആസാദ്. ഇനി അടുത്തത് 1924 ബെൽഗാം സമ്മേളനമാണ്. കർണാടകയിലെ സ്ഥലമാണ് ബെൽഗാം. ഗാന്ധിജി പ്രസിഡൻ്റായ ഏക സമ്മേളനമാണ് ബെൽഗാം സമ്മേളനം. 1924. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി കാൺപൂർ സമ്മേളനം.
സരോജിനി നായിഡു ആയിരുന്നു കാൺപൂർ സമ്മേളനത്തിൽ പ്രസിഡൻ്റായിട്ടുണ്ടായിരുന്നത്. 1925 കേട്ടോ കാൺപൂർ സമ്മേളനം. കൊല്ലമോടെ എഴുതാൻ മറന്നതാണ്. 1925 കാൺപൂർ സമ്മേളനം. സരോജിനി നായിഡു പ്രസിഡൻറ്റ്. കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ രണ്ടാമത്തെ വനിതയും ആദ്യത്തെ ഇന്ത്യൻ വനിതയുമാണ് സരോജിനി നായിഡു. അതുപോലെ ഹിന്ദി കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ഭാഷയാക്കി മാറ്റുകയും ചെയ്തു. ഇനി അടുത്തത് 1936 ഫൈസാപൂർ സമ്മേളനമാണ്. ജവഹർലാൽ നെഹ്റു ആയിരുന്നു അതിൻ്റെ പ്രസിഡൻറ്റ്. ഗ്രാമപ്രദേശത്ത് നടന്ന ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനമായിരുന്നു ഫൈസാപൂർ സമ്മേളനം. അടുത്തത് ഹരിപുര സമ്മേളനമാണ്. ഗുജറാത്തിലെ ഹരിപുര എന്ന സ്ഥലത്ത് വെച്ച് നടന്നതാണ്. ഹരിപുര സമ്മേളനത്തിലെ പ്രസിഡൻറ്റ് സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു. നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി ജവഹർലാൽ നെഹ്റുവിനെ അധ്യക്ഷനാക്കിക്കൊണ്ട് രൂപീകരിച്ചത്. ഈ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി രൂപീകരിച്ചത് ഈ ഹരിപുര സമ്മേളനത്തിലാണ്. അതുപോലെ സുഭാഷ് ചന്ദ്രബോസ് പ്രസിഡൻ്റായ ആദ്യത്തെ സമ്മേളനമാണ് ഹരിപുര സമ്മേളനം. അടുത്തത് ത്രിപുരി സമ്മേളനമാണ്. മധ്യപ്രദേശിലൊരു സ്ഥലമാണ് ത്രിപുരി. 1939 കേട്ടോ. അതിൻ്റെ വർഷം രേഖപ്പെടുത്തിയിട്ടില്ല, നോട്ട് ചെയ്യുക. 1939 ആ വർഷത്തിൽ പ്രസിഡൻറ്റ് സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു. പ്രസിഡൻറ്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുപ്പ് നടന്ന ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനമാണ് ത്രിപുരി സമ്മേളനം. 1939 പ്രസിഡൻറ്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുപ്പ് നടന്നത്. അപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജിയുടെ നോമിനിയായ പട്ടാഭി സീതാരാമയ്യയെ പരാജയപ്പെടുത്തിയിട്ട് കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡൻ്റായി മാറാണ് ചെയ്തത്. അതുപോലെ എസ്.കെ. പൊറ്റക്കാട് പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനമാണ് ത്രിപുരി സമ്മേളനം. 1939. ഇനി അടുത്തത് 1946 മീററ്റ് സമ്മേളനം. പ്രസിഡൻ്റായിരുന്നത് JB കൃപലാനിയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോഴുള്ള കോൺഗ്രസ് പ്രസിഡൻ്റാണ് JB കൃപലാനി. അടുത്തത് ജയ്പൂർ സമ്മേളനം 1948. പ്രസിഡൻറ്റ് പട്ടാഭി സീതാരാമയ്യ. സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യ കോൺഗ്രസ് സമ്മേളനം നടന്നത് ജയ്പൂരാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം കോൺഗ്രസ് പ്രസിഡൻ്റാകുന്ന ആദ്യ വ്യക്തി പട്ടാഭി സീതാരാമയ്യാണ്. ഇനി അടുത്തത് 2022 ഡൽഹി സമ്മേളനം. ഈ ഡൽഹി സമ്മേളനത്തിൽ മല്ലികാർജുൻ ഖാർഗെ ആയിരുന്നു പ്രസിഡൻറ്റ്. മല്ലികാർജുൻ ഖാർഗെ. ഈ 2022 തെരഞ്ഞെടുപ്പിൽ മല്ലികാർജുൻ ഖാർഗെക്കെതിരെ മത്സരിച്ച ആളാണ് ശശി തരൂർ. അപ്പോൾ ഇതിൽ നമ്മൾ INC-യുമായി ബന്ധപ്പെട്ടിട്ട് മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. INC-യുടെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ, INC-യുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങൾ. അപ്പോൾ അതും കൂടി ഇതിൻ്റെ ഒപ്പം നോക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ കൊടുക്കാം കേട്ടോ. ആ വീഡിയോയുടെ ലിങ്കും അതുപോലെ 100 ഡേയ്സ് ടൈം ടേബിൾ എങ്ങനെ പഠിക്കാം എന്നുള്ള അതിൻ്റെ 2 ലിങ്കുകൾ ഞാൻ ഫസ്റ്റ് കമൻറ്റായിട്ട് കൊടുക്കും. ഓക്കെ. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട INC സമ്മേളനങ്ങളും അതിൻ്റെ പ്രത്യേകതകളും. വളരെ പ്രധാനപ്പെട്ടത് മാത്രം ഉൾപ്പെടുത്തി ചെയ്തതാണ്. കാണുമ്പോൾ കുറച്ചേ ഉള്ളൂ എന്ന് തോന്നുമെങ്കിലും ധാരാളം പോയിൻ്റ് നമുക്ക് പഠിക്കാനുണ്ട്. ഓരോ വർഷത്തെയും പ്രസിഡൻറ്റും അതുപോലെ പ്രത്യേകതകളും ഒക്കെ ആയിട്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കാം. അതുപോലെ നമ്മുടെ 100 ഡേയ്സ് ചലഞ്ച് എങ്ങനെയാണെന്ന് കൃത്യമായിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. അതുപോലെ എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും കമൻറ്റുകൾ രേഖപ്പെടുത്താം. താങ്ക് യു.